ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് കേവ് ലൈഫ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടോ ഇവിടെ കുറേ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ 5-6 അയൺ പിക്ക് ഉപയോഗിച്ച് പൊടിച്ചളഞ്ഞു. എന്നിട്ട് ആദ്യം കൂടെ ഒരു പോണ്ട് ഉണ്ടാക്കി. നൈസാണ്, ഇത് മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് കണ്ടോ മെയിനായിട്ട് ഒരു ഫിഷിംഗ് ഫാം ഉണ്ടാക്കി. അതാണ് മെയിൻ, ഫിഷിംഗ് ഫാം ഉണ്ടാക്കി. അവസാനം മനസ്സിലായി അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അതിനും ഫിഷിംഗ് റോട്ടിൽ നല്ല എൻജോയ്മെൻറ്റ് വേണം, എന്നാലും നല്ല ഐറ്റംസ് കിട്ടും. എൻ്റെ കയ്യിലപ്പോൾ ഇല്ല, അതിന് കിട്ടത്തുമില്ല. അതുകൊണ്ട് അത് ഇനി ഞാൻ ഈ സീരീസിൽ അധികം ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മോബ് ഫാം വേണം. മോബ് ഫാം എന്തിനാ വെച്ചാൽ ഒരു വില്ലേജർ വേണം. ഒരു സോംബി വില്ലേജർ വേണം, അല്ലാതെ കിട്ടത്തില്ല അതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടി ഒരു മോബ് ഫാം ഉണ്ടാക്കാം. പിന്നെ ഒരു LSP വേണം. പിന്നെ നമുക്ക് ബുക്കൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്കത് എവിടെ ഉണ്ടാക്കണം, അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിനെക്കാട്ടും ഏറ്റവും വലിയ ചോദ്യം എങ്ങനെ ഉണ്ടാക്കും. ഇതിനകത്ത് മീതിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഈ കേവിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതൊരു വലിയ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ആദ്യം നമുക്കൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ മറ്റേ അൺപിക്കാസ് കൊണ്ട് വീണ്ടും പൊട്ടിക്കുകയാണെങ്കിൽ നടക്കത്തില്ല. എനിക്കൊന്ന് നമുക്ക് ഈ സൈഡിലായിട്ട് ഉണ്ടാക്കാം. ഈ സൈഡിൽ അടിയിക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് വേണ്ട, ഇവിടെ ഫുൾ വെള്ളമാണ്. ഞാൻ അങ്ങോട്ട് കുഴിച്ച് വയ്ക്കണു. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവിടെയും കുറവ് വെള്ളമാണ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമ്മൾ സൈഡിക്ക് കുഴിക്കില്ല, നമുക്ക് അടിക്ക് കുഴിച്ചുണ്ടാക്കാം. സൈഡിക്ക് കുഴിച്ചാൽ ഫുൾ വെള്ളമാണ്. അടിക്ക് ഒരു സ്പോണ 25 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 25 ബ്ലോക്ക് താഴേക്ക് കുഴിച്ചിട്ടൊരു അവിടെ മോബ് ഫാമിന് വേണ്ട സ്ഥലം കുഴിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് 25 ബ്ലോക്ക് കുഴിക്കാം. എന്നിട്ട് അവിടെ എന്നാലും മോബ്സ് സ്പോണിൽ താഴത്തേക്ക് വീഴും, മീത് എന്നാലും മോബ്സ് സ്പോണിൽ താഴത്തേക്ക് വീഴും. യെസ്, എഫിഷ്യൻറ്റ് മോബ് ഫാമാണ്. വലിയ നടക്കറിയില്ല. നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു ഡയമണ്ട് പിക്കാസ് വേണം. ഞാൻ പോയി ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവാം. നമുക്ക് ഇങ്ങോട്ട് പോകണോ അതോ മൈൻ ചെയ്യാൻ പോകണോ? എനിക്ക് തോന്നുന്നു മൈൻ ചെയ്യാൻ പോവാം. അങ്ങോട്ട് പോകണം അത്ര സേഫ് അല്ല. ഞാൻ ഒരിട്ടും പോയി ഒരു അനുഭവം ഉണ്ട്, കൊണ്ട് വേണ്ട. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഒഴിക്കാം. അപ്പുറത്തെ സൈഡിൽ മോബ് ഫാം ആണ്. അവിടെ നമുക്ക് ഇവിടെ മൈനിങ് ഏരിയ വയ്ക്കുക. കേവ് കണ്ടിപ്പോൾ തന്നെ വേണമെങ്കിൽ കേവിൽ മജ വയ്ക്കുക പോലെ. ചെറിയ വേണമെങ്കിൽ ഞാൻ മജ ചെയ്യാൻ പോകട്ടോ. വലുതാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, താഴോട്ട് കുറേ കാണാണ്ട് പോയി ചാവാതിരുന്നാൽ മതിയായിരുന്നു. താഴത്ത് വെള്ളമുണ്ട്, നമുക്ക് ചാടിയേക്കാം. ചത്തില്ല, വല്ല ക്രീപ്പർ പൊട്ടി ചാവാതിരുന്നാൽ മതിയായിരുന്നു. മീതിക്കുള്ള വഴി അവസാനം കിട്ടിയില്ലെങ്കിലും സ്പോണർ, സ്കൾട്ടൻ സ്പോണറല്ല, സോംബി സ്പോണറാണ്. സോംബി സ്പോണർ കൊണ്ട് വലിയ കാര്യമില്ല. നമുക്ക് SP മാത്രമേ കിട്ടും. അതിന് നമുക്ക് മോബ് ഫാം ഉണ്ടാക്കിയാൽ മതി. സ്കൾട്ട ഫാം ആണെങ്കിൽ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഫാം ഉണ്ടാക്കിയാണ് കേട്ടോ. അത് സോംബി കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ ഉപകാരമില്ല. ഇതിനെക്കാട്ടും നല്ല നമുക്ക് മാനുവലായിട്ടൊരു ഫാം ഉണ്ടാക്കണമായിരിക്കും. ഓക്കെ, അതവിടെ നോട്ടാ. നമുക്ക് ഇപ്പോൾ തൽക്കാലം മാനുവലായിട്ട് ഫാം ഉണ്ടാക്കാം. ഇത് പിന്നെ എപ്പോഴൊക്കെ ആവശ്യം വരികയാണെങ്കിൽ യൂസ് ആക്കാം. വയ്ക്കുന്നെല്ലാം കുറേ ആയും കിട്ടുന്നുണ്ട്, നല്ല കാര്യം, എടുത്ത് വയ്ക്കാം. ഡയമണ്ട് ലെറ്റ്സ് ഗോ. മരം പോലെ ആദ്യം. ഓക്കെ, എല്ലാം തീർന്നു. ഇനിയും പോയി ഡയമണ്ട് എടുക്കട്ടെ. മൈൻ ചെയ്യിക്ക് കൊടുക്കുന്നത് മടിയായിരുന്നു കേട്ടോ. മൈൻ ചെയ്തൊക്കെ ഡയമണ്ട് ഒപ്പിക്കേണ്ട വിചാരിച്ചിരിക്കുന്നു. കിട്ടി 3 എണ്ണം ഉണ്ട്. ലെറ്റ്സ് ഗോ. 4 എണ്ണം ഉണ്ട്. ഞാൻ ആദ്യം ഒരു പിക്ക് ഉണ്ടാക്കട്ടെ. ചമ്മത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഓക്കെ, പിക്കായി. ഇനി നമുക്ക് പോയി ഫാം ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് താഴത്തേക്ക് ഒരു 25 ബ്ലോക്ക് കുഴിക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ നമുക്ക് ഫാം ഉണ്ടാക്കാം. 3 ലെയർ ഉണ്ടാക്കാം. ഫസ്റ്റത്തെ ലെയർ കുറച്ച് താഴത്തേക്ക് ഉണ്ടാക്കാതാണ്ട് അതിന് കെട്ടി ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 8 ബ്ലോക്ക് കുഴിക്കട്ടെ. ഇവിടെയാണ് വെള്ളം ഒഴിച്ചിട്ട് ആ സെൻറ്റർ വരുന്നത്. എന്നിട്ട് 2 സൈഡിലേക്ക് ഒരു 7 ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കാം. എന്നിട്ട് അത്രയും മതി. അപ്പുറത്തെ സൈഡ് കുടിക്കില്ല. എന്നിട്ട് മീതിക്കും താഴേക്കും അതേപോലെ 2 ലെയർ ഉണ്ടാക്കാം. യെസ്, അത്രയും മതി. ഞാൻ എന്തായാലും ഫസ്റ്റത്തെ ലെയർ ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു 10 മിനിറ്റ്സ് കണ്ടു. ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ആയി. സൈഡിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 7 ബ്ലോക്കാണ് ഇട്ടുള്ളത്. ഇത് വന്നിരിക്കും. ഇവിടെ സ്പൂൺ ഉണ്ടാവും. ഇനി അതേപോലെ മീതും കൂടി ഒരു ലെയർ ഉണ്ടാക്കട്ടെ. അതിൻ്റെ ഒരു ടൈം ലെസ് കണ്ടു വരേണ്ട, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം.
ഇതും കൂടെ പൊട്ടിച്ച സെക്കൻഡ് ലെയറും ഉണ്ടാക്കി. എൻ്റെ പിക്കാസും പൊട്ടാലായി, ഡയമണ്ട് പിക്കാസ്. ഇനി പകുതി വഴിക്ക് വീണ്ടും ഡയമണ്ട് മൈൻ ചെയ്യാൻ കൊണ്ടി വരും. ഇനി എന്തിനാ താഴെ നടുക്കിൽ വെള്ളം ഒഴിച്ചറിയില്ല, താഴത്തേക്ക് ലെയർ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, ഞാൻ ഇവിടെ കൂടി ലെയർ ഉണ്ടാക്കട്ടെ, എന്നിട്ട് വരാം. ഫൈനലി ഇതും കംപ്ലീറ്റ് ആയി. ഇനി നടുക്കിൽ വെള്ളം ഒഴിച്ചിട്ട് ടോർച്ചെല്ലാം പൊടിച്ചാൽ കംപ്ലീറ്റ് ആവും. താഴെ കില്ലിങ് ഏരിയയും കൂടി വയ്ക്കണം. ഇതും കൂടെ ഇവിടെ വെച്ചാൽ ഓക്കെ. അപ്പോൾ ഫുള്ള് സെറ്റാണ് എന്നാണ് വിചാരിക്കുന്നത്. സെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ട്രാപ്പ് ഡോർ വയ്ക്കട്ടെ. ഇത് എന്തായാലും ഈ വുഡ് തികത്തില്ല. ഇനി അമ്മീത് പോയി വുഡ് മൈൻ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഇനി അമ്മീത് പോയി മൈൻ ചെയ്തിട്ട് വരാം. എൻ്റെ അടുത്ത് വുഡില്ല. ഞാൻ അത് ബോൺ വീൽ ചെയ്തിട്ട് ബോൺ വീൽ ഉണ്ടാക്കട്ടെ. ഓക്കെ, ആവശ്യത്തിന് വുഡായി എന്നാണ് തോന്നുന്നത്. ഇത് മതിയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മൈൻ ചെയ്യാൻ വയ്യ. ഇത് ഫുള്ളായാൽ മതിയായിരുന്നു. എൻ്റെ അടുത്തിന് ബോൺ വീലും ഇല്ല. അത് ഫുള്ളായില്ല. ഞാൻ പോയി വുഡ് വാങ്ങിച്ചേട്ടാ. ഇതും കൂടെ അടച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെറ്റാണ്. ഇനി നമുക്ക് താഴോട്ട് കില്ലിങ് ഏരിയ ഉണ്ടാക്കണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുക വെച്ചാൽ അല്ല. താഴോട്ട് ഒരു 25 ബ്ലോക്ക് കുഴിക്കണം. കുഴിച്ചിട്ട് കാണാം. ഓക്കെ, 25 ബ്ലോക്കായി നമുക്ക് മീത കയറണം. മീത വെള്ളം ഒഴിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, മീതെത്തി. ഇനി ഇതിൻ്റെ മീത കയറണം. ഇങ്ങനെ താഴത്തേക്ക് വേണ്ടി ചാവും. തുറന്നിട്ട് മീത കയറാം. എൻ്റെ അടയ്ക്കട്ടെ, അങ്ങനെ അടയ്ക്കും. എനിക്ക് വയ്യ. എൻ്റെ വെള്ളം അവിടെ സ്റ്റക്കായി. എൻ്റെ വെള്ളം പോയി. വെയിറ്റ് ചെയ്യും. ഞാൻ പെട്ടെന്ന് ബ്ലോക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ഇവിടെ വീട് താഴത്തേക്ക്. ഓക്കെ, ഫൈനലി എത്തി. ഇനി അവിടുന്ന് താഴത്തേക്ക് ഒഴിക്കട്ടെ, കില്ല് ചെയ്യാൻ വേണ്ടി. നമുക്ക് മീതി കയറാം. മീതിക്ക് ലാഡർ തികയില്ലെന്ന് വേറെ ചോദ്യം. തികഞ്ഞില്ല. വെയിറ്റ് ചെയ്തിൻ്റെ കയ്യിലിരിക്കണ വെച്ചാൽ പെട്ടെന്നുണ്ടാകട്ടെ. ഇനി ഞാൻ വുഡ് ഇട്ടിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളല്ല ജസ്റ്റ് ഉണ്ടാക്കട്ടെ. അത് എനിക്ക് ഓപ്പർ വേണം. അയൺ തികഞ്ഞില്ല. ഓക്കെ, ഇപ്പം 4 ഓപ്പറായി. ഇവിടെ ഫില്ല് ചെയ്യാൻ ലാഡർ ഫില്ലാക്കട്ടെ. ചവല ഭാഗ്യം. ഇവിടെ ഇതും കൂടെ കണക്റ്റ് ആക്കട്ടെ. ഓക്കെ, ഇനി അമ്മീത് പോയി ടോർച്ചെല്ലാം പൊടിച്ചളഞ്ഞിട്ട് മൂടിയാൽ മതി. പിന്നെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതും കൂടെ മൂടിയ സെറ്റ്. ഇനി താഴത്തേക്ക് പോയിട്ട് വർക്കൗണ്ട് നോക്കട്ടെ. വരുന്നില്ലല്ലോ, എന്തോ ഇവിടെ തകരാറും. ഞാൻ മീതിക്ക് ഒരു ക്രീപ്പെല്ലാം പോകുന്നതാണ്. ഫൈനൽ വർക്കൗണ്ട്. ഞാൻ മീതിക്ക് പോകാൻ നിൽക്കിരുന്നു വർക്കൗണ്ട് പറഞ്ഞിട്ട്. ഈ സ്ലാബ് ഇതിങ്ങനെ ആയിരുന്നില്ല. അത് നേരെ ഞാൻ തല ഇറിച്ച് വെച്ച് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാക്കി വെച്ചു. അതുകൊണ്ട് വർക്കാവത്ത്. അല്ലെങ്കിൽ വർക്കൗണ്ടോ കണ്ടോ, സ്കെൽറ്റനെ കൊന്നു. 1 മിനിറ്റിൽ ഒരു മുമ്പ് വരുന്നുള്ളൂ പറഞ്ഞ പോലും വർക്കിംഗ് ആണ്. അത് മതി, വർക്കിംഗ് ആണ്. 2 മണിക്കൂർ. ഞാൻ പോയിട്ട് ആ സോംബി ഫോം ഉണ്ടാക്കട്ടെ. സോംബി സ്പോണർന്ന് അത് ഇതിനെക്കാട്ടും SP കിട്ടും. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഇത്രയുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ അത് വെച്ച പൊസിഷൻ തെറ്റായിപ്പോയി. 25 രൂപയ്ക്ക് കൂടുതലുണ്ട് തോന്നുന്നു. അതായിരിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വർക്കൗണ്ടാണ്. ഇന്നത്തെ ഇത്രയുള്ളൂ. എപ്പോഴത്തെ പോലെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റും 10 വലിയ പ്രതീക്ഷ ഒന്നുമില്ല കിട്ടാൻ. എന്നാലും 10 ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. ബൈ.